ഒരുപാട് രാഷ്ട്രീയങ്ങൾ പറയുന്നിടമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലാണ്. ജൻസികളുടെ വൈബ് എന്താണെന്ന് ഈ ക്യാമ്പസിൽ നിന്ന് നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്നും നമുക്കറിഞ്ഞു വരാം. പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ജൻസിക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ജൻസിയിലും രാഷ്ട്രീയ ബോധം നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള തെളിവാണ് നമ്മൾ നേപ്പാളിലായാലും അല്ലാതെ ഈ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇപ്പോഴും കാണുന്നത്. കൃത്യമായ എല്ലാ വിഷയങ്ങളിലും ജൻസി ഇടപെട്ട് പോകുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ജൻസിക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനമാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ പ്രധാനമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലകൾക്കകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു 10 വർഷം പിറകോട്ട് നോക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് വിദ്യാഭ്യാസ മേഖലക്കകത്ത്, അതിപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്തായി കഴിഞ്ഞാലും ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്തായി കഴിഞ്ഞാലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സിലബസുകൾക്കകത്തായാലും വിദ്യാലയങ്ങളിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളായി കഴിഞ്ഞാലും വലിയൊരു മാറ്റം കഴിഞ്ഞ 2 ഭരണവർഷ കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആരാണോ കൃത്യമായിട്ടുള്ള ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്നത്, ആരാണോ കൃത്യമായ രാഷ്ട്രീയം പറയുന്നത്, സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അവർക്കാവും വോട്ട് ലഭിക്കുക എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിലവിലെ സാഹചര്യത്തിൽ 2 തവണയായി LDF സർക്കാർ ഭരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ ഇനി ഒരു തവണ കൂടി ഭരണത്തിലെത്തും എന്ന് കരുതുന്നുണ്ട്? UDF വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ കാരണമാണ് നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ തന്നെ ഭരിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. പുതിയൊരു സർക്കാർ വരുമ്പോൾ അവരുടെ പുതിയ നയങ്ങളും പുതിയ ആശയങ്ങളും കൊണ്ടുവരാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. അത് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഭരണമാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഭരണമാറ്റം വേണം. ഈ സർക്കാരിൻ്റെ നയങ്ങൾ നല്ല രീതിയിലുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും പുതിയ ആശയങ്ങൾ മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാർ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും BJP വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മാറ്റം വരുന്നത് എന്ന് കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനൊക്കെ റീസെൻ്റായിട്ടും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കുഞ്ഞിലെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വൈകിട്ട് ഒരു അരമണിക്കൂർ ഫിക്സഡ് ആയിട്ട് ലോഡ് ഷെഡിങ് ചിലപ്പം ഉണ്ടാവും. അത് അല്ലാത്ത സമയത്ത് 23.5 മണിക്കൂറും വീട്ടിൽ കറണ്ട് ഉണ്ടാവും. ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. എപ്പം പോവും എപ്പം വരും. ഒരു ദിവസം ഫുള്ള് കറണ്ട് ഇല്ലാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിശ്ചിതമായിട്ട് പവർ കട്ടില്ല എന്ന് പറഞ്ഞാലും കറണ്ട് പോകാനുള്ളത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കറണ്ട് ബില്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പല പല പേരുകളിലാണ് ഓരോ തുക കൊടുത്തിട്ടുള്ളത്. കാര്യവട്ടം ക്യാമ്പസിലേതുപോലെ കേരളത്തിലെ എല്ലാ കലാലയങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ജൻസികൾ അവരുടെ നിലപാട് ഉറക്കെ വിളിച്ചു പറയും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജൻസികളുടെ വോട്ടുകൾ നിർണായകമാകും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.